നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിലേക്ക്, എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 പുതുവർഷ ഫലമാണ്. 2026 പുതുവർഷ ഫലം, അത് തിരുവോണം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം, ഈ 2026 എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാം, ഇതിനെ പറ്റിയുള്ള ഒരു ചെറു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷത്തിൽ വീഡിയോ ഇടാറുണ്ട്. അതേപോലെ ഈ വർഷവും വീഡിയോ ഇടുകയും, അതുകൂടാതെ ഞാൻ പുതുവർഷ വീഡിയോ മാത്രമല്ല, മാസഫലം ഇടാറുണ്ട്, ആഴ്ചഫലം ഇടാറുണ്ട്. അതുകൂടാതെ ഡെയിലി എൻ്റെ ചാനലിൽ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും ഞാൻ ഇടാറുണ്ട്. അതെല്ലാം കണ്ടിട്ട് ആളുകൾ എന്നെ കമന്റ് ചെയ്യുകയും എന്നോട് അഭിപ്രായങ്ങൾ പങ്കിടുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും നല്ല കമന്റുകളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളൊത്ത് നിങ്ങളുടെ ഒരു സഹായം, അതേപോലെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രചോദനങ്ങളും എൻ്റെ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കാൻ സർവേശ്വരൻ ഇടതരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഓരോ വീഡിയോയും ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മേലിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വേഴം എന്ന ഗ്രഹവും ശനി എന്ന ഗ്രഹവും കേതു എന്ന ഗ്രഹവും രാഹു എന്ന ഗ്രഹവും, അങ്ങനെ 4 ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ട് ഉണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോചരഫലം നിങ്ങളുടെ ജാതകത്തിലെ ഫലമല്ല. ജാതകത്തിലെ ഫലം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജന്മസമയത്ത് ഗ്രഹനില അനുസരിച്ചുള്ള ഫലമായിരിക്കും. അത് ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ നല്ല ഫലമാണ്, നല്ല ദശാകാലമാണ്, നല്ല അപകാരമാണ് ഒക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോചര ഫലവും കൂടി ഒത്തുചേർന്നു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുന്ന ഒരു സമയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഗോചരപരമായിട്ട് ഗ്രഹങ്ങളുടെ സഞ്ചാരം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 4 ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായിട്ടുള്ള ഗോചര ഫലമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് വേഴം 6-ലും ജൂൺ 2-ന് ശേഷം വേഴം 7-ലും വരുന്ന ഒരു സമയമാണ്. രാഹു 2-ലും കേതു 8-ലും വരുന്ന ഒരു സമയമാണ്. കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് പല നേട്ടങ്ങളും പല കാര്യസാധ്യതകളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. 7 ശനി കഴിഞ്ഞ ആൾക്കാരാണ് ഇവര്. കുറെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു വർഷമാണിത്. 7 ശനി, തിരുവോണം നക്ഷത്രക്കാർക്ക് 7 ശനി ആയിരുന്നല്ലോ, അത് കഴിഞ്ഞല്ലോ ഇല്ലേ? അപ്പൊ ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പോയി. അപ്പൊ ഈ തിരുവോണം നക്ഷത്രക്കാര് മകരക്കുറുകാരാണല്ലോ. അപ്പോ ഈ കുറെ ദുരിതങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച നിങ്ങൾക്ക് ഈ 2026 പുതുവർഷത്തിൽ നല്ല ഫലങ്ങൾ കിട്ടാവുന്ന ഒരു സമയമായി മാറും. ഈ 2026 ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാവുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ജോലിയിൽ പ്രമോഷൻ കിട്ടാവുന്ന ഒരു വർഷമാണ്. ജോലിയിൽ ഇവർക്ക് പ്രമോഷൻ കിട്ടും. ജോലിയിൽ സ്ഥാനമാന കയറ്റങ്ങൾ ഉണ്ടാകും. പ്രമോഷൻ കിട്ടും. ശമ്പള വർധനയുണ്ടാകും. പൊതുവെ ഒരു നല്ല സമാധാന അന്തരീക്ഷത്തില് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാവുന്ന ഒരു വർഷമായിരിക്കും ഇവർക്ക്. സ്ത്രീകളെ സംബന്ധിച്ച് ഉന്മേഷവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച്.
മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കും. അതായത് ഈ വർഷം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരങ്ങളും ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം മറികടക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമായിരിക്കും. പ്രതിബന്ധങ്ങൾ പല വിധത്തിൽ ഇവരെ തേടി വരും. പല വിധത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. കാരണം വേഴം തുടക്കത്തില് അതായത് ഈ പുതുവർഷം ആരംഭത്തിൽ ഇവർക്ക് വേഴം 6-ലാണ് അല്ലെ. 6-ലെ വേഴം അത്ര ഗുണം ചെയ്യില്ല. എന്നാൽ ജൂൺ 2-ന് ശേഷം 2026 ജൂൺ 2-ന് ശേഷം വേഴം 7-ലേക്ക് വരുന്നത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വർഷമാണ്. അപ്പൊ പ്രതിബന്ധങ്ങൾ ചില സമയത്ത് ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമായിരിക്കും. ശത്രുദോഷത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടും. ശത്രുദോഷങ്ങൾ ഉണ്ടാവും. എന്നാൽ ആ ശത്രുവിനെ നിന്നും ഒരുക്കി രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ കേതു 8-ലും രാഹു 2-ലും ഒക്കെ നിൽക്കുമ്പോൾ യാത്രാ സംബന്ധമായും മറ്റു ചില കാര്യങ്ങളിലൊക്കെ ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ നിന്നും ഇവര് നല്ല വിധത്തിൽ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെടുന്ന സമയങ്ങളും ഉണ്ടാവുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികൾക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും അനുമോദനങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സഹകരണം കിട്ടുന്ന ഒരു വർഷമാണ്. കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് ഇരിക്കാനും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും ഒക്കെ ഇവർക്ക് കഴിയുന്നതാണ്. ബന്ധുജന സഹകരണം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അകന്നു നിൽക്കുന്ന വല്ല ബന്ധുക്കളുണ്ടെങ്കിൽ അവരായിട്ട് അടുത്ത് ചേരാനും ആ അകൽച്ച മാറാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ക്ഷേമവും ഐശ്വര്യവും ഇവരെ തേടി വരും. ക്ഷേമം കിട്ടും, ഐശ്വര്യം കിട്ടും, കുടുംബ സമാധാനം കിട്ടും, മനക്ലേശങ്ങൾ കിട്ടും. മനക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. മനക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. 7 ശനിക്കാലത്ത് ഒത്തിരി മനക്ലേശങ്ങൾ അനുഭവിച്ച് വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് മനക്ലേശങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ ഇവർക്ക് സമയം ഈ 2026 സമയം അതിന് ഉപകരിക്കുന്നതാണ്. ക്ഷേമവും ഐശ്വര്യവും ഇവരെ തേടി വരും. കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും ഇവർ പ്രകടിപ്പിക്കും. ഉല്ലാസയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും പോകാനായിട്ട് ഇവർക്ക് സമയം വരുന്നതാണ് ഈ 2026. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള വഴിപാടുകളും പ്രാർത്ഥനയും നടത്തി ഇവർ ഈ 2026 മുന്നോട്ട് പോകണം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. കാരണം ചില സമയത്ത് ഇപ്പൊ ചില ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കാനുള്ള വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ പക്കപ്പിറന്നാളിന്, തിരുവോണം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളിന് നിങ്ങൾ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഒരു 3 മാസമെങ്കിലും അടുപ്പിച്ച് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ മനക്ലേശങ്ങളോ മനോദുഃഖങ്ങളോ അല്ലെങ്കിൽ മനസ്സമാധാന കുറവോ ഉണ്ടാകാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നതാണ്. അപ്പൊ ഒരു സമയം നമുക്ക് എപ്പോഴും നല്ല സമയം തന്നെ ആകണമെന്നില്ലല്ലോ. എന്നാൽ ഈ നക്ഷത്രഫലമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ 2026 നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കും. ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ഈ 2026 ഈ പൊതുഫലം, ഗോചരപരമായി ഉണ്ടാവുന്ന ഈ പൊതുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.